രാഹുൽ ഗാന്ധിക്കെതിരെ പോലീസ് അതിക്രമം. നെന്മാറ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രതിഷേധ പ്രകടനം നടത്തി. പ്രതിഷേധ പ്രകടനത്തിനു ശേഷം പ്രതിഷേധ യോഗവും നടന്നു. UGC നീറ്റ് പരീക്ഷകളിലെ ക്രമക്കേടുകൾക്കെതിരെ സമരം നടത്തിയ വിദ്യാർത്ഥികൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച രാഹുൽ ഗാന്ധിയെ കേന്ദ്ര പോലീസ് ആക്രമിച്ചതിൽ പ്രതിഷേധിച്ചാണ് നെന്മാറ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രതിഷേധ പ്രകടനം നടത്തിയത്. പ്രകടനത്തിന് ശേഷം നടത്തിയ പ്രതിഷേധ പൊതുയോഗം ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി സെക്രട്ടറി CC സുനിൽ ഉദ്ഘാടനം ചെയ്തു. അതിനുവേണ്ടി അധ്വാനിച്ച് പരീക്ഷ എഴുതുമ്പോൾ ആ പരീക്ഷകളിൽ ഒരു അധ്വാനവും നടത്താതെ ആ പരീക്ഷ നടത്തുന്ന നടത്തിപ്പുകാരുടെയും കേന്ദ്രം ഭരിക്കുന്ന മന്ത്രിമാരുടെയൊക്കെ കൂട്ടുകാരും കൂട്ടിരിപ്പുകാരുമായ ആളുകൾ പിൻവാതിലൂടെ ആ പരീക്ഷകൾ ജയിച്ച് നിയമനം നേടുമ്പോൾ ഈ രാജ്യത്തെ ലക്ഷക്കണക്കിന് വരുന്ന ചെറുപ്പക്കാരുടെ അധ്വാനത്തെ, അവരുടെ വിദ്യാഭ്യാസ ജീവിതത്തെ, അവർ നേടുന്ന വിദ്യാഭ്യാസത്തെ എത്ര കണ്ട് കേന്ദ്രം ഭരിക്കുന്ന ഗവൺമെന്റ് അതിന് മൂല്യം കൊടുക്കുന്നു എന്നുള്ളതാണ് ഇവിടുത്തെ പ്രശ്നം. ഇവിടെ നരേന്ദ്രമോദി അധികാരത്തിൽ വന്നതിന് ശേഷം നമ്മൾ ശ്രദ്ധിക്കുക, ലോകത്തിന്റെ അഭിമാനമാണ് ഇന്ത്യയുടെ ആർമി എന്ന് പറയുന്നത്. ആ ഇന്ത്യയുടെ ആർമിക്കകത്ത് പരിഷ്കാരം വരുത്തുന്നു എന്ന് പറഞ്ഞ് അഗ്നിവീർ എന്ന് പറയുന്ന ഒരു പരിപാടി അത് നടപ്പിലാക്കി രാജ്യത്തെ ആർമിയുടെ അന്തസ്സ് തന്നെ ഇല്ലാതാക്കുന്ന രീതിയിൽ ഇപ്പോ ആർമിയിലേക്ക് തെരഞ്ഞെടുപ്പ് നടത്തുകയാണ്. ആർമിയിലെ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് വളരെയേറെ ക്രിയാത്മകമായിരുന്ന ഒരു കാലഘട്ടത്തിൽ ഇന്ന് അഗ്നിവീരിലൂടെ തെരഞ്ഞെടുക്കപ്പെടുന്നവർ കുറച്ചുനാൾ വർക്ക് ചെയ്യുന്നു, അത് കഴിഞ്ഞ് അവർ പുറത്തു പോകുന്നു. എന്താണ് ആ പുറത്തു പോകുന്ന ചെറുപ്പക്കാർക്ക് ഗവൺമെന്റ് കൊടുക്കുന്ന സുരക്ഷിതത്വം എന്താണ്? ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് വിനോദ് ചക്രായി അധ്യക്ഷനായി. KV ഗോപാലകൃഷ്ണൻ, KR പത്മകുമാർ, പ്രദീപ് നെന്മാറ, PP ശിവപ്രസാദ്, മണികണ്ഠൻ തിട്ടുംപുറം, M ദേവൻ, PS രാമനാഥൻ, റിജേഷ് നാരായണൻ, രാജേശ്വരി, MR നാരായണൻ എന്നിവർ പ്രസംഗിച്ചു. UTV ന്യൂസ് പാലക്കാട്.